Hello friends, in this video, we will errors in measurement and the topic discuss. Pala type errors, we will measurement pala type errors, systematic errors, random errors, calculations. We arithmetic calculation, addition, subtraction, multiplication, errors consider. Significant figures in the topic video discuss error. The measured value of the physical quantity is usually different from its true value. The result of every measurement by any measuring instrument is an approximate number which contains some uncertainty. This uncertainty is called error. നമ്മൾ ഏതൊരു മെഷർമെന്റ് എടുത്താലും കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. പല ടൈപ്പ് എറേഴ്സ് കാരണം നമുക്ക് ചെറിയ ചെറിയ അൺസർട്ടനിറ്റി ആസ്പെക്ട്സ് ഈ മെഷർമെന്റ്സിലെല്ലാം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. എവറി കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ മെഷേർഡ് വാല്യൂസ് ഓൾസോ ഹാസ് ആൻ എറർ. അപ്പോൾ നമ്മൾ നേരിട്ട് എടുക്കുന്ന മെഷർമെന്റ്സിൽ മാത്രമല്ല കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ അതിലും ഒരു എറർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എററിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ട്രൂ വാല്യൂ മൈനസ് ദ മെഷേർഡ് വാല്യൂ. അതാണ് ഒരു മെഷർമെന്റിൽ വരുന്ന എറർ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സിസ്റ്റമാറ്റിക് എറേഴ്സ്. സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ എറേഴ്സ് വിത്ത് നോൺ കോസസ് ആൻഡ് ദേ ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദേ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. അപ്പോൾ നമ്മൾ മെഷർമെന്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ റീഡിങ്സിലൊക്കെ ചിലപ്പോൾ എറേഴ്സ് കാണും. അപ്പോൾ ഇതെല്ലാം ഈ ഇൻസ്ട്രുമെന്റൽ എറേഴ്സിലാണ് വരുന്നത്. ഇതും സിസ്റ്റമാറ്റിക് എററാണ്. അതായത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇതിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാനും എളുപ്പമായിരിക്കും. നോൺ കോസസ് ആണ് ഇതിൻ്റെ. എൻവയൺമെന്റൽ എറേഴ്സ്, നമ്മൾ മെഷർമെന്റ്സ് അല്ലെങ്കിൽ റീഡിങ്സ് എടുക്കാൻ നേരം ഹ്യൂമിഡിറ്റി, അതേപോലെ എയർ പ്രഷർ, അങ്ങനത്തെ പല എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് കാരണവും നമ്മുടെ മെഷർമെന്റ്സിൽ ചെറിയ അൺസർട്ടനിറ്റീസ് വരാം. അപ്പോൾ ഈ കാറ്റഗറി എല്ലാമാണ് എൻവയൺമെന്റൽ എറേഴ്സിൽ വരുന്നത്. ദീസ് എറേഴ്സ് റിസൾട്ട് ഫ്രം വേരിയേഷൻസ് ഇൻ ഔട്ടർ എൻവയൺമെന്റൽ കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, ഡസ്റ്റ് ആൻഡ് വൈബ്രേഷൻസ്. ഒബ്സർവേഷണൽ എറേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത് മെഷർമെന്റ് എടുക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് വരുന്ന എറേഴ്സ് ആണ്. ദീസ് എറേഴ്സ് ഡ്യൂ ടു ഫോൾട്ടി സെറ്റപ്പ് ഓഫ് ദ അപ്പാരറ്റസ് ഓർ കെയർലെസ്നെസ് ഇൻ റെക്കോർഡിംഗ് ഒബ്സർവേഷൻസ്. ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെന്റൽ ടെക്നീക്സ് ഓർ പ്രൊസീജിയേഴ്സ്. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ നേരം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിലെ മിസ്റ്റേക്സ് വഴിയും ചില എറേഴ്സ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സിന്റെ കാറ്റഗറിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് അബ്സല്യൂട്ട് എറർ ആണ്. ഈ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് എറേഴ്സ് നമ്മൾ താഴെ പഠിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനോടെ നമുക്ക് അറിഞ്ഞിരിക്കണം. അബ്സല്യൂട്ട് എറർ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ മെഷേർഡ് വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ഒരു മെഷർമെന്റിന്റെ ട്രൂ വാല്യൂ അറിയാം, മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ അറിയാം. അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ചില കേസിൽ ഈ ട്രൂ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സിന്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇഫ് ദ ട്രൂ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് നോട്ട് ഗിവൺ ദെൻ ദ മീൻ ഓഫ് ഓൾ ദ മെഷേർഡ് വാല്യൂസ് ഇസ് ടേക്കൺ. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പർട്ടിക്കുലർ റീഡിങ് നമ്മൾ പല മെഷർമെന്റ്സ് A1, A2, A3 എന്ന് പറഞ്ഞ് പല പ്രാവശ്യം അതിൻ്റെ റീഡിങ്സ് എടുക്കുന്നുണ്ട്. ട്രൂ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ റീഡിങ്ങിന്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം അതിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കും. മീൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? A1 + A2 + A3 എത്ര റീഡിങ്സ് ഉണ്ടോ അത്രയും റീഡിങ്സിന്റെയും കൂടെ സം എടുത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റീഡിങ്സ്. അപ്പോൾ നമുക്ക് മീൻ വാല്യൂ കിട്ടി. ഈ ട്രൂ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ മീൻ വാല്യൂവിൽ നിന്ന് നമുക്ക് ഓരോ റീഡിങ്ങിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ഓരോ റീഡിങ്ങിന്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. ഇനി ഈ അബ്സല്യൂട്ട് എറർ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഫൈനൽ ഓർ മീൻ അബ്സല്യൂട്ട് എററും കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ΔA1, ΔA2 അതിന്റെ എല്ലാം കൂടെ മീൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഫൈനൽ അല്ലെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. The arithmetic mean of all the absolute errors is taken as a final or mean absolute error of the value of the physical quantity A. It is represented by delta A mean. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്ന എങ്ങനെ? ട്രൂ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അബ്സല്യൂട്ട് എറർ കിട്ടും. ഇനി ട്രൂ വാല്യൂ അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ റീഡിങ്സിന്റെ എല്ലാം മീൻ കണ്ടുപിടിക്കും, ആവറേജ് വാല്യൂ കണ്ടുപിടിക്കും. ആ ആവറേജിൽ നിന്നും ഓരോ മെഷേർഡ് ക്വാണ്ടിറ്റിയും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതാത് മെഷർമെന്റിന്റെ അബ്സല്യൂട്ട് എറർ കിട്ടും. ഇനിയും മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഓരോ ΔA1, ΔA2 അതിന്റെ എല്ലാം കൂടെ മീൻ എടുത്താൽ മതി. അടുത്തത് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എററിനെ ഫ്രാക്ഷണൽ എറർ എന്നും വിളിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
the ratio of the mean absolute error to either the true value or the average value of the measured quantity. അപ്പം നോക്കിയേ, നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച മീൻ അബ്സല്യൂട്ട് എറർ ഉണ്ടല്ലോ, അതിൻ്റെ ആ വാല്യൂ ഡിവൈഡഡ് ബൈ എ മീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാം. റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു എയ്തർ ദ ട്രൂ വാല്യൂ ഓർ ദ ആവറേജ് വാല്യൂ ഓഫ് ദ മെഷേർഡ് ക്വാണ്ടിറ്റി. ഇപ്പോൾ ട്രൂ വാല്യൂ അവൈലബിൾ ആണ് എങ്കിൽ ട്രൂ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് മെഷർമെൻറ്റ്സിൻ്റെ എല്ലാം കൂടെ ആവറേജ് വാല്യൂ എടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഇത് പെർസെൻറ്റേജ് ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പെർസെൻറ്റേജ് എറർ എന്നും വിളിക്കാറുണ്ട്. പെർസെൻറ്റേജ് എറർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ഇൻറ്റു 100. അപ്പോൾ അങ്ങനെ പെർസെൻറ്റേജ് ടേംസിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു ടൈപ്പ് എററാണ് റാൻഡം എറർ. അപ്പം നേരത്തെ നമ്മൾ സിസ്റ്റമാറ്റിക് എറർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ കോസ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, അതിനെ നമുക്ക് റിമൂവ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നാൽ റാൻഡം എറേഴ്സിൻ്റെ കേസിൽ നമുക്ക് കോസ് അറിയത്തില്ല. ദീസ് എറേഴ്സ് ഒക്കെ ഫ്രം അൺനോൺ ഫാക്ടേഴ്സ് മേക്കിംഗ് ദം അൺപ്രഡിക്റ്റബിൾ ആൻഡ് വേരിയബിൾ ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പം സിസ്റ്റമാറ്റിക് എററിൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർമെന്റ്സ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും എല്ലാ മെഷർമെന്റ്സും, അല്ലെങ്കിൽ എല്ലാ മെഷർമെന്റ്സും നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ റാൻഡം എററിന്റെ കേസിൽ പല മാഗ്നിറ്റ്യൂഡും പല ഡയറക്ഷനിലും പോകാം. അതായത് ആദ്യത്തെ റീഡിംഗ് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത നെഗറ്റീവ് ആകാം, വീണ്ടും അടുത്ത നെഗറ്റീവ് ആയി പിന്നെ അടുത്തത് പോസിറ്റീവ് ആകും. അങ്ങനെ റാൻഡം ആയിട്ട് ഡയറക്ഷനും ചേഞ്ച് ആകാം. സിൻസ് their exact causes are not fully understood, they cannot be entirely eliminated. ഇനി ഈ എറേഴ്സിന്റെ കോമ്പിനേഷൻ നമ്മൾ എങ്ങനെ എടുക്കും? അതായത് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ നേരം ഈ എറർ എങ്ങനെ കൺസിഡർ ചെയ്യണം, അതിന്റെ ലോസോടൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യം എറർ ഓഫ് എ സം ഓർ എ ഡിഫറൻസ്, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എറർ എങ്ങനെ കൺസിഡർ ചെയ്യണം. When two quantities are added or subtracted, the absolute error in the final result is the sum of the absolute errors in the individual quantities. ഇപ്പം നോക്കിയേ, നമുക്കൊരു രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, എയും ബിയും. എയും അതിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ആണ്. ബി കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ വരാൻ ചാൻസ് ഉള്ള എററാണ് ഡെൽറ്റ ബി എ. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പം Z ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അപ്പം സെഡിൻ്റെ കൂടെ നമ്മൾ ഈ സെഡ് എയും ബിയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെഡിൻ്റെ വാല്യൂയിലും ഒരു എററിൻ്റെ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കതിനെ ഡെൽറ്റ സെഡ് എന്ന് വിളിക്കാം. അപ്പം Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഈ രണ്ട് വാല്യൂസോട് ആഡ് ചെയ്യുമ്പോൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് ഇടണം. ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് ഇടണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരാൻ നേരം നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അതായത് സെഡിന്റെയും എററിന്റെ മാഗ്നിറ്റ്യൂഡ് വരാൻ പോകുന്നത് ഈ എയുടെയും ബിയുടെയും എററിന്റെ മാഗ്നിറ്റ്യൂഡ്സിന്റെ സം ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എറർ ഡെൽറ്റ സെഡ് വേണമെങ്കിൽ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ചെയ്യണം. ഏറ്റവും ലോവസ്റ്റ് ആ ഒരു എറർ വേണമെങ്കിൽ രണ്ടുകൂടെ സബ്ട്രാക്റ്റും ചെയ്യണം. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ നേരം മാഗ്നിറ്റ്യൂഡ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ്സിൻ്റെ എററിൻ്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം എറർ കിട്ടുന്നത്. അടുത്തത് എറർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ എ കോഷ്യന്റ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എറർ കൺസിഡർ ചെയ്യാം? When two quantities are multiplied or divided, the relative error in the result is the sum of the relative errors in the multipliers. മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിൻ്റെ എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വീണ്ടും എക്സാമ്പിൾ നോക്കാം. Z എന്ന് പറഞ്ഞൊരു വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി. ഇനി എയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുമ്പോൾ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് വരും. ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ വാല്യൂസ് ആണ്. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം എന്ത് ചെയ്യും? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിൽ ഈ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ രണ്ടിൻ്റെയും കൂടെ നമ്മൾ LHSൽ Z വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, RHSൽ AB വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഡെൽറ്റ Z ബൈ Z ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് കിട്ടും. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റിലേറ്റീവ് എറർ അവിടെ കണ്ടുപിടിക്കേണ്ടി വരും. റിലേറ്റീവ് എറർ എന്താണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ആണ്.
അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റിലേറ്റീവ് എറർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ റൂൾ ഓർത്തോണം. ഇനി മൂന്നാമത്തെ കേസിൽ നമ്മൾ പവർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എറർ എടുക്കും എന്നുള്ളത്. ഇപ്പം z എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ടു a². അപ്പോൾ a എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വരുമ്പോൾ അതിലൊരു എറർ കൂടെ വരുമല്ലോ, ഡെൽറ്റ a എന്നൊരു എറർ കൂടെ വരും. അപ്പോൾ a² കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? a ഇൻറ്റു a ചെയ്യണം. ഇപ്പോൾ തൊട്ട് മുന്നേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നേരം നമ്മൾ എറർ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. നമ്മൾ രണ്ടിൻ്റെയും കൂടെ റിലേറ്റീവ് എറർ വാല്യൂസ് ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഡെൽറ്റ z ബൈ z വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ a ബൈ a പ്ലസ് ഡെൽറ്റ a ബൈ a. രണ്ട് എയുടെ റിലേറ്റീവ് എറർ വാല്യൂ ആണ് ഡെൽറ്റ a ബൈ a. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു ഡെൽറ്റ a ബൈ a എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പവറിൻ്റെ വാല്യൂ എത്രയാണോ അത് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ റിലേറ്റീവ് എറർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എററിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ റിലേറ്റീവ് എറർ ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി റേസ് ടു ദ പവർ k is k ടൈംസ് റിലേറ്റീവ് എറർ ഇൻ ദ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റി. ഇതിന്റെ ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. ഇപ്പം നോക്കിയേ, z is equal to a raised to p b raised to q divided by c raised to r എന്നാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഈ റൂള് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ z ബൈ z will be equal to പവർ ഇൻറ്റു റിലേറ്റീവ് എറർ. അപ്പൊ p ഇൻറ്റു ഡെൽറ്റ a ബൈ a. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം ഇത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂസ് അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുവാണ്. അപ്പോൾ റൂൾ 2 പ്രകാരം മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എറേഴ്സ് തമ്മിൽ റിലേറ്റീവ് എറേഴ്സ് ആഡ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലസ് ബിയുടെ പവർ എന്തുവാ? q ആണ്. q ഇൻറ്റു ഡെൽറ്റ b ബൈ b. ഇനി അടുത്ത c നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂൾ 2 പ്രകാരം ഇവിടെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. പ്ലസ് സിയുടെ പവർ r ആണ്, r ഇൻറ്റു ഡെൽറ്റ c ബൈ c. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എറേഴ്സ് അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 റൂൾസും അറിഞ്ഞിരിക്കണം. ഇനിയും നമുക്ക് സിലബസിൽ തന്നിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു എറർ ബാർസ് ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എറർ ബാർസ് എന്താണ്? ഇപ്പം നമുക്കൊരു ക്വാണ്ടിറ്റി, ഓരോ പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റിൽ ഒരു എറർ വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ പല മെഷർമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ മെഷർമെന്റ്സിലും നമുക്കൊരു എറർ, അതിൻ്റെ കൂടെ ഒരു ഡെൽറ്റ വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ പ്ലോട്ട് ചെയ്യാൻ നേരം ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എനിക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ XY കോർഡിനേറ്റ്സിലും ഒരു എറർ ഉണ്ട്, എക്സ് കോർഡിനേറ്റിലും ഒരു എറർ ഉണ്ട്, y കോർഡിനേറ്റിലും ഒരു എറർ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു ബാറിൻ്റെ ഹെൽപ്പോട് കൂടി ഞാൻ ഡിനോട്ട് ചെയ്യുവാണ്. ഇപ്പോൾ എക്സിൻ്റെ കേസിൽ ഒരു ചെറിയ എറർ വാല്യൂ ഉള്ളൂ, വൈയുടെ കേസിൽ ഒരു വലിയ എറർ വാല്യൂ ഈ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. തൊട്ടടുത്ത പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാൻ നേരം ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ മെഷർമെന്റിൽ എക്സിന്റെയും വൈയുടെയും എറർ വാല്യൂസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ ആയിട്ട് ഈ രണ്ട് റേഞ്ചും എനിക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്ത പോയിന്റും. ഇനി ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചേ, ഈ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ നേരം അതിന്റെ എക്സ് കോർഡിനേറ്റിൽ വലിയൊരു റേഞ്ച് എറർ വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു എറർ ഇവിടെ വന്നിട്ടുണ്ട്. വൈ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാൻ നേരം വലിയ വ്യത്യാസമില്ല, ആ ഒരു എറർ വാല്യൂ കുറവാണ്. അപ്പോൾ അത് ഞാനിവിടെ പ്ലോട്ട് ചെയ്തു. അപ്പം ഇങ്ങനെ നമ്മൾ ആ ഒരു എറർ റേഞ്ച്, ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ നേരം മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എറർ ബാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എറർ ബാർസ് വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുവാണ്. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ നേരം നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നുകിൽ ഈ പോയിന്റ്സിൽ കൂടെ എല്ലാം പാസ് ചെയ്യുന്ന രീതിയിൽ, മാക്സിമം ക്ലോസ് ആയിട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം. അതിനെയാണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ബാർസ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്ട്രീം റേഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ റേഞ്ചസിനെ എല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടും ഏറ്റവും ഷാലോവസ്റ്റ് ആയിട്ടും, അതായത് ഏറ്റവും സ്റ്റീപ്പായിട്ട് ചരിഞ്ഞു പോകുന്ന ഒരു ഗ്രാഫും അതേപോലെ ഏറ്റവും കുറഞ്ഞ സ്ലോപ്പോട് കൂടി ഷാലോവസ്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് ലൈൻസ് വരയ്ക്കാൻ പറ്റും. അതിനെയാണ് വേർസ്റ്റ് ഫിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ the uncertainty in a measurement can be shown on a graph as an error bar. This bar is drawn above and below the point or from side to side and shows the uncertainty in that measurement. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ XY കോർഡിനേറ്റ്സിലെ എറർ ആണ് നമ്മൾ ആ ഒരു ബാർ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുന്നത്. The best line of best fit which passes close to the points as possible. The worst line of the best fit, either the steepest possible or the shallowest possible line which fits within all the error bars. അപ്പോൾ ഇത്ര ഓർത്തോളുക. എറർ ബാർ എന്ന് പറയുമ്പോൾ
നമ്മൾ ഓരോ പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ നേരം അതിൻ്റെ മെഷർമെൻറ്റിൽ വരുന്ന എറേഴ്സ് കൂടെ നമ്മൾ അവിടെ ഒരു റേഞ്ച് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻ വരയ്ക്കും. ഈ ലൈൻ വരയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ്സിനെല്ലാം ക്ലോസസ്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ലൈനെയാണ് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ഏറ്റവും വേഴ്സ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ട് നമ്മൾ ഈ റേഞ്ചസ് ഈ എറർ ബാർസിനെല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ലൈനും ഏറ്റവും ഷാലോവസ്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ലൈൻസുമാണ് എറർ ബാറിലെ ഏറ്റവും വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ലീസ്റ്റ് കൗണ്ടിനെ കുറിച്ചും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലീസ്റ്റ് കൗണ്ടിനെ കുറിച്ച് നമ്മൾ വെർനിയർ കാലിപ്പർ അതേപോലെ സ്ക്രൂ ഗേജ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ലീസ്റ്റ് കൗണ്ട്? നമുക്കൊരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർമെന്റ് എടുക്കാൻ നേരം മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ഏറ്റവും സ്മോളസ്റ്റ് ഡയമെൻഷനെയാണ് നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്കെയിൽ ശ്രദ്ധിച്ച് 15 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്കെയിലാണ്. ഇത് വെച്ച് നമ്മൾ ഈ പെൻസിലിന്റെ ലെങ്ത് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് മെഷർ ചെയ്യാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എത്ര? 1 mm അല്ലേ? ഈ സെന്റിമീറ്ററിനിടയ്ക്ക് നമുക്ക് mm മാർക്കിങ്സ് കാണാം. അപ്പോൾ അതിലെ 1 mm ആണ് നമുക്ക് മെഷർ ചെയ്യാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ ഈ 1 mm ആണ് ഈ ഒരു പർട്ടിക്കുലർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട്. ഈ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ലീസ്റ്റ് കൗണ്ടിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഈ ഇവിടെ മാർക്ക് ചെയ്തതിൽ തന്നെ എന്തെങ്കിലും ഒരു എറർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലീസ്റ്റ് കൗണ്ട് എറർ അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ദ ലീസ്റ്റ് കൗണ്ട് എറർ ഇസ് എറർ അസോസിയേറ്റഡ് വിത്ത് ദ റെസൊല്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ദ മാക്സിമം പോസിബിൾ എറർ ഇസ് ഈക്വൽ ടു ദ ലീസ്റ്റ് കൗണ്ട്. ഇനി നമുക്ക് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഡിവൈസസിന്റെ ലീസ്റ്റ് കൗണ്ട് വാല്യൂസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇപ്പം നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത് വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ്, അതേപോലെ നമ്മുടെ സ്കെയിൽസ്, അതേപോലെ ബാലൻസ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത് 1 mm ആണ്. വെർനിയർ കാലിപ്പറിന്റെ 0.01 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.1 mm എന്ന് നമുക്ക് പറയാം. സ്ക്രൂ ഗേജിന്റെ 0.01 mm ആണ് ലീസ്റ്റ് കൗണ്ട് വരുന്നത്. സ്റ്റോപ്പ് വാച്ചസിന്റെ 0.01 സെക്കൻഡ്സ് ആണ് ലീസ്റ്റ് കൗണ്ട് വരുന്നത്. ഇലക്ട്രോണിക് ബാലൻസ് ആണെങ്കിൽ 0.01 ഗ്രാം വരെയാണ് ലീസ്റ്റ് കൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസസിന്റെ ലീസ്റ്റ് കൗണ്ട് വാല്യൂസ് എന്താണെന്നുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ബാലൻസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലെ ഇപ്പോൾ സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പർ പോലെ തന്നെ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഈ കോമൺ ബാലൻസ്. നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യാനായിട്ടാണ് ഈ കോമൺ ബാലൻസസ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ബീം ബാലൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ബാലൻസ് പറഞ്ഞു കൂട്ട് ബീം ബാലൻസസ് ആണ് ഈ കോമൺ ബാലൻസസ് എന്ന് അറിയപ്പെടുന്നത്. ബീം ബാലൻസ് ഇസ് എ ഡിവൈസ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ മാസ് ഓഫ് എ ബോഡി അണ്ടർ ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബീം ബാലൻസിൽ എന്താ നടക്കുന്നത്? നമുക്ക് 2 ആംസ് ഉണ്ട്. ഒരു ആമിൽ ഒരു പ്ലേറ്റ് ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും, മറ്റേ ആമിൽ മറ്റൊരു പ്ലേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ പ്ലേറ്റിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട വെയിറ്റ് എത്രയാണോ അത് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്ലേറ്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെയിറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ബാലൻസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ എത്ര വെയിറ്റ് ഉണ്ട് നമുക്ക് മെഷർ ചെയ്യേണ്ട പ്രോഡക്റ്റിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ഈ ഒരു കോമൺ ബാലൻസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഫിസിക്കൽ ബാലൻസ് ഡിറ്റർമൈൻസ് ദ ഗ്രാവിറ്റേഷണൽ മാസ് ഓഫ് എ ബോഡി ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിൽ എന്താ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ലോഡ് ഇൻറ്റു ലോഡ് ആം ഇസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ പ്ലേറ്റിൽ നമ്മൾ മെഷർ ചെയ്യേണ്ട വെയിറ്റ് വെക്കുമെന്ന് പറഞ്ഞല്ലോ, അതിനെയാണ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലോഡ് ഇൻറ്റു ലോഡ് ആം, ആ ഒരു ആമിൻ്റെ ലെങ്ത് ഷുഡ് ബി ഈക്വൽ ടു വെയിറ്റ്, നമ്മുടെ എഫേർട്ട്, നമ്മൾ എത്ര സ്റ്റാൻഡേർഡ് വെയിറ്റ് ആണോ പ്ലേസ് ചെയ്തത് അതിനെയാണ് എഫേർട്ട് എന്ന് വിളിക്കുന്നത്. എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമിൻ്റെ ലെങ്ത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ലോഡ് വെയിറ്റ് എന്താ m ഇൻറ്റു ജി ആണ്. അപ്പോൾ m1 ഇൻറ്റു ജി ഇൻറ്റു ആ ലോഡ് ആമിൻ്റെ ലെങ്ത് a1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു ജി ഇൻറ്റു a2. m2 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വെയിറ്റ്. A body with a gravitational mass m1 placed in the left pan and a standard weight of m2 is placed in the right pan to keep the beam horizontal. ഇപ്പോൾ ബീം ഹൊറിസോണ്ടൽ ആകുമ്പോൾ 2 മാസസും നമുക്ക് 2 വെയിറ്റ്സും ഈക്വൽ ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. അത് വെച്ചിട്ടാണ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ഗ്രാവിറ്റേഷണൽ മാസ് ഓഫ് ദ ബോഡി ഇൻ ദ ലെഫ്റ്റ് പാൻ ഷുഡ് ബി ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ മാസ് ഇൻ ദ റൈറ്റ് പാൻ. അപ്പം ഇങ്ങനെയാണ് കോമൺ ബാലൻസ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കായ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ പ്രോബ്ലംസ് വേണേൽ ചോദിക്കാം. ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. The significant figures are defined as a number of digits which is compulsory to give the accurate result of any experiment or a calculation. ഇപ്പോൾ നമ്മളൊരു മെഷർമെൻ്റ് എടുത്തു,
അത് ആക്യുറേറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ദ ആക്യുറസി ഇൻക്രീസസ് വെൻ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻക്രീസസ്. ഇനി നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര ഉണ്ടെന്ന് മെഷർ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. എവറി നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, ഈ ഒരു ക്വാണ്ടിറ്റീസ് 454.76 നോൺ സീറോ ആയിട്ടുള്ള എല്ലാ ഡിജിറ്റും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ നമ്പറിൽ നമുക്ക് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓൾ സീറോസ് വിച്ച് ലൈ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 703.004 ഇതിൽ നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയ്ക്ക് കിടക്കുന്ന സീറോസിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൗണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 7 ഉണ്ട്, 0 ഉണ്ട്, കാരണം അത് 7ന്റെയും 3യുടെ ഇടയ്ക്കാണ് കിടക്കുന്നത്. പിന്നെ ഈ 004ൽ 4ന്റെയും 3യുടെ ഇടയ്ക്കാണ് 00 കിടക്കുന്നത്. അപ്പോൾ അതും നമ്മൾ കൗണ്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഈ ഒരു നമ്പറിൽ ഉള്ളത്. ഇനി ഡെസിമൽ വരുമ്പോൾ ഡെസിമലിന് ശേഷമുള്ള സീറോയും ഡെസിമലിന് മുന്നേ ഉള്ള സീറോയും കൺസിഡർ ചെയ്യണോ എന്നുള്ള ഒരു ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ റൂൾസിലേക്ക് കിടക്കാം. All zeros after decimal but before a non-zero digit is not considered a significant figure. ഇപ്പോൾ ഈ ഒരു നമ്പർ നോക്കിയേ, 0.00465. ഇതിൽ ഡെസിമലിന് ശേഷമുള്ള ഈ 2 സീറോസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓൾ സീറോസ് ആഫ്റ്റർ ഡെസിമൽ ബട്ട് ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ ഇതിലാകെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ 465 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഈ ഒരു നമ്പറിൽ ഉള്ളൂ. അപ്പോൾ ഡെസിമലിന് ശേഷമുള്ള സീറോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇഫ് ദ നമ്പർ ഇസ് ലെസ് ദാൻ 1, ദ സീറോ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് ബട്ട് ദ ലെഫ്റ്റ് ഓഫ് ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതേ റൂള് തന്നെ മറ്റ് വേർഡ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു എന്നതേ ഉള്ളൂ. അടുത്തത്, all zeros which are at the right side of the decimal and also at the right side of a non-zero digit are considered as significant figure. ഇവിടെ നോക്കിയേ 0.64000 ഇതിൽ ഡെസിമലിന് റൈറ്റിലാണ്, പക്ഷേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈ 64 എന്ന് പറയുന്ന നോൺ സീറോ നമ്പേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണല്ലോ. ഈ 64ന്റെ ശേഷമാണ് അതിൻ്റെ റൈറ്റിൽ കിടക്കുന്ന നോൺ സീറോ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 64000. അങ്ങനെ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഈ ഒരു നമ്പറിൽ ഉള്ളത്. അപ്പോൾ ഓൾ സീറോസ് വിച്ച് ആർ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ, അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോൺ സീറോ ഡിജിറ്റ്സിന് മുന്നേ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. എന്നാൽ നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ നമ്മളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യും. The terminal zeros in any number without a decimal point are not significant. ഇപ്പോൾ 12300 എന്നുള്ളത് ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു നമ്പറാണ്. അതിൻ്റെ അവസാനം വരുന്ന ട്രെയിലിംഗ് സീറോസ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഇപ്പോൾ ഈ ഒരു നമ്പറിൽ ആകെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? 1, 2, 3. 123 എന്ന നമ്പർ മാത്രമാണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ വരുന്നത്. ഇനി ടെർമിനൽ സീറോസിന്റെ നമ്പർ വിത്ത് എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇനി ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പർ ആണെങ്കിൽ അതിന്റെ ട്രെയിലിംഗ് സീറോസിനെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ 1.2300 ആണെങ്കിൽ ഈ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന ട്രെയിലിംഗ് സീറോസ് ആണിത്. അപ്പോൾ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 00 ഉണ്ട്. അപ്പോൾ അങ്ങനെ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരും. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എത്ര നമ്പേഴ്സ് വരും ഇത് കണ്ടുപിടിക്കാനുള്ള ഈ റൂൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ടുള്ള അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. In multiplication or division, the final result should retain as many significant figures as there are in the original number with the least significant figure. So multiplication or division ചെയ്യാൻ നേരം ഒറിജിനലി നമ്മൾ ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള നമ്പറിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നോ അത് തന്നെ ആയിരിക്കണം നമ്മുടെ റിസൾട്ടിലും ഉണ്ടാവേണ്ടത്. എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പം നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വെയിറ്റും വോളിയം തമ്മിൽ മാസും വോളിയം തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്ന മാസിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1, 2, 3, 4 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഡിനോമിനേറ്ററിൽ വരുന്ന വോളിയത്തിന് 2.51 ആണ്. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. അപ്പോൾ അതിന് ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള നമ്പറാണ്. അപ്പോൾ നമ്മുടെ വാല്യൂ ഫൈനൽ റിസൾട്ട് വരാൻ നേരം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി. അപ്പോൾ 1.69 വരെ മാത്രം ആൻസർ എടുത്താൽ മതി. ഇനി
addition or subtraction ആണ് വരുന്നെങ്കിൽ in addition or subtraction the final result should retain as many decimal places as there are in the number with the least decimal places. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് എത്ര ആണോ അത്രയും തന്നെ റിസൾട്ടിനും ഉണ്ടാവണം. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയേ, സം ഓഫ് നമ്പേഴ്സ് 436.32, 227.2 ആൻഡ് 0.301. ഇത് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഇതിൽ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് വരുന്ന ഏതിനാ? 227.2 എന്നുള്ള നമ്പറിനാണ് ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് വരുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് വരുമ്പോഴെന്തായിരിക്കണം? ഒരു ഡെസിമൽ പ്ലേസ് മതി. ഇപ്പോൾ ഫൈനൽ റിസൾട്ട് എടുക്കുമ്പോൾ 663.8 എന്നുള്ള ആൻസർ എഴുതിയാൽ മതി. 8ന് ശേഷമുള്ള ഡെസിമൽസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അഡീഷണൽ സബ്ട്രാക്ഷനോ ചെയ്യാൻ നേരം ഡെസിമൽ പ്ലേസസ് ഏറ്റവും കുറവ് എത്രയാണോ അത് എടുക്കുക. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുവാണെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വേണം അവിടെ കൺസിഡർ ചെയ്യാൻ. ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണോ അത് തന്നെ ആയിരിക്കണം റിസൾട്ട് വരുമ്പോഴും അത്രയും തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി റൗണ്ടിങ് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം? ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മളിപ്പം ഒരു നമ്പർ കൺസിഡർ ചെയ്യുവാണ്, അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് അടുത്ത നമ്പറായിട്ട് എഴുതുക എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ, ഏതൊക്കെ റൂൾസ് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യണമെന്ന് നോക്കാം. When the digit after the last significant digit is more than the number 5, then the last digit is raised by 1. For example നോക്കാം, 2.436 ഇതിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം, രണ്ട് ഡിജിറ്റിലേക്ക്, രണ്ട് ഡെസിമൽ പ്ലേസസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം എന്ന് ചോദിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡെസിമൽ പ്ലേസിൽ വരുന്ന 3ക്ക് ശേഷം വരുന്ന നമ്പർ 6 ആണ്. ഈ 3ക്ക് ശേഷം വരുന്ന നമ്പർ 5നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ 1 ആയിട്ട് 3 എന്നുള്ളതിനെ 1 അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടി 4 ആക്കി എഴുതും. അപ്പോൾ 2.44 എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റും. When the digit after the last significant digit is more than the number 5, then the last digit is raised by 1. ഇനി നേരെ തിരിച്ചായിരുന്നെങ്കിലോ, 5ന് താഴെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യത്തില്ല, അതേപോലെ തന്നെ ആ നമ്പർ എഴുതിയേനെ, 2.43 എന്ന് തന്നെ എഴുതിയേനെ. When the digit after the last significant digit is less than the number 5, then the last digit of the significant figure is left without making any changes. Example നോക്കി, 2.432 ആണ്. അപ്പോൾ രണ്ട് ഡെസിമൽ പ്ലേസിലേക്ക് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ രണ്ട് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് അടുത്ത വരുന്ന ഡിജിറ്റ് 5നേക്കാൾ കുറവാണ്. അപ്പോൾ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, 2.43 എന്ന് തന്നെ നമ്മളതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതി. ഇനി ഈ എക്സ്ട്രാ അടുത്ത വരുന്ന നമ്പർ 5 ആണെങ്കിൽ എന്ത് ചെയ്യും? 5നേക്കാൾ കൂടുതലും 5നേക്കാൾ കുറവുമുള്ള കേസസ് നമ്മൾ പറഞ്ഞു. എക്സാക്ട്ലി 5 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? When the digit after the last significant digit is equal to the number 5, then the last digit of the significant figure is not altered when the number is even and increased by 1 when it is odd. അതായത് 2.475 എന്നുള്ള നമ്പർ ഉണ്ട്, അതിനെ രണ്ട് ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കുന്നു, രണ്ട് ഡെസിമൽ പ്ലേസ്, രണ്ടാമത്തെ ഡെസിമൽ പ്ലേസിൽ വരുന്നത് 7 ആണ്, അതിന് ശേഷമുള്ള നമ്പർ 5 ആണ്. 5 എന്നുള്ളത് 5നേക്കാൾ കൂടുതലുമല്ല കുറവുമല്ല, 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ നോക്കും. അത് ഓഡ് ആണ് എങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു നമ്പറോടെ ആഡ് ചെയ്യും. അപ്പോൾ 2.48 എന്നാവും. ഇനി ഇപ്പം അടുത്ത കേസിൽ 2.465 എന്നുള്ള നമ്പറാണ്. നമുക്ക് 2 ഡെസിമൽ പ്ലേസിലേക്ക് തന്നെ റൗണ്ട് ഓഫ് ചെയ്യണം. അവസാനം വരുന്ന നമ്പർ 5 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിന് തൊട്ട് മുന്നത്തെ നമ്പർ ചെക്ക് ചെയ്യുക, 6 ആണ്. അതൊരു ഈവൻ നമ്പർ ആണ് എങ്കിൽ ചേഞ്ച് ചെയ്യത്തില്ല, അതേപോലെ തന്നെ നമ്മൾ എഴുതും, 2.46 എന്ന് തന്നെ എഴുതും. ഇൻ കേസ് അത് ഓഡ് ആയിരുന്നു എങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് നമ്മൾ 2.47 എന്നത് എഴുതിയേനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന റൂൾസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എറേഴ്സ് എന്തൊക്കെയാണ്, എറേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിസ്കസ് ചെയ്തു, ലീസ്റ്റ് കൗണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അതിൻ്റെ റൂൾസ്, റൗണ്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ റൂൾസ്, അരിത്മെറ്റിക് കാൽക്കുലേഷൻസിൽ എറേഴ്സിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്തു, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുമ്പോഴുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.